ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു ഐറ്റം കാണിച്ചു തരാൻ പോവുകയാണ്. ഐറ്റം ഇതാണ് ഐറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. ഇത് ആക്ച്വലി ഒരു സ്റ്റൗവില് ചൂട് വെളിയിലോട്ട് പോകാതിരിക്കാൻ തീ കറക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് തന്നെ നിൽക്കാം. അപ്പോൾ ഇതിലിങ്ങനെ വെട്ടുകളുണ്ട്, എല്ലാ സ്റ്റൗവിലും ഫിറ്റിംഗ് ആണ്. ഇത് ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഏത് 4 ബർണറോ അല്ലെങ്കിൽ 3 ബർണറിനനുസരിച്ച് ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വലുതും ചെറുതുമായിട്ടാണ് ഓർഡർ ചെയ്ത് 3 എണ്ണമാണ് വന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വലിയ പ്രൈസില്ല, മീഷോ എന്നാണ് വരുത്തിയത്. ഒരു 300-ൻ്റെ അകത്തങ്ങാണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു പീസിന് 100 രൂപ കണ്ടേ വരും തോന്നുന്നു. അതതിൻ്റെ താഴോട്ടാണ്. കറക്റ്റ് ഞാനത് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ മെറ്റൽ എന്ന് പറയുന്നത് അത്ര ഒരു ക്വാളിറ്റി അല്ല. ഇതൊരു അലുമിനിയം അല്ലെങ്കിൽ സിൽവർ പെയിൻറ് ചെയ്ത സാധാ ഇരുമ്പാണ്. ഇത് കട്ടിയും കുറവാണ്. അപ്പോൾ ഇത് മാക്സിമം ഇത് നമ്മൾ സൂക്ഷിച്ചെപ്പോഴും തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് കയറി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ കാണാൻ ഞാൻ ഇതിലിപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് വെച്ച് തരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഓരോ വെട്ടുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതിനെ നമ്മൾ ഇറക്കി അങ്ങ് വെച്ചാൽ മതി. കാരണം ഇത് വലുതാണ്, കറക്റ്റായില്ലല്ലോ. അപ്പോൾ ഇത് ഇന്നലെ വന്നതേ ഉള്ളൂ. എന്നാലും ഇത് കറക്റ്റ് ആവണില്ല കേട്ടോ. ഇത് പടത്തിൽ കാണിച്ച സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെതാണ് കാണിച്ചത്, പക്ഷേ ആക്ച്വലി ഇതൊരു മെറ്റലാണ്, മെറ്റലിൽ പെയിൻ്റ് അടിച്ചതാണ്. ഇതിൻ്റെതാണോ എന്നറിയില്ല. ആക്ച്വലി ഇത് ഒന്നിലും ഫിറ്റ് ആവണില്ല കേട്ടോ. അല്ല, ഇത് വേണ്ട, ഇത് ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് വേണ്ട സംഭവം, ഇത് ഇളക്കി മാറ്റണം കേട്ടോ. ഇത് നമ്മൾ ഇളക്കി മാറ്റിയിട്ട് വേണം ഇത് വെക്കാൻ. അപ്പോൾ ഇതിങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഹോൾഡിങ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെച്ച് തീരെ ഫ്ലെയിംസ് ഔട്ട്സൈഡ് പോകാതെ അകത്തേക്ക് തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് കിട്ടുമെന്ന്. കാരണം ഓൾറെഡി ഇത്രയും ഭാഗം ഓപ്പണാണ്. പിന്നെ കുറേ വലിയ പാത്രം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ തീ അതിൻ്റെ അടിയിൽ തന്നെ കിട്ടും. വലിയ പാത്രത്തിന് യൂസ്ഫുള്ളാണ്. ഇത് നമുക്കില്ലാതെ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് പോകില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്ക് ചെറുതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇറങ്ങാത്ത കാരണം ഇറങ്ങി. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. 3ഉം കറക്റ്റ് ഫിറ്റിങ്സും സാധനങ്ങൾ ഡിസൈനൊക്കെ ഓക്കെയാണ്. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ഈ വെട്ടെന്ന് പറയുന്ന ഈ സാധനം ഇതിനകത്തേക്ക് ഇറങ്ങി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറ്റണതാണ്. ഇല്ലെങ്കിൽ ഇതല്ലാതെ ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യാം. പക്ഷെ ഇത് ഇങ്ങനെ ആട്ടമുണ്ട്, പാത്രം കറങ്ങാൻ ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒരു പിടുത്തമില്ല, പിടുത്തത്തിനൊന്നും അവർ തന്നിട്ടില്ല. അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട്. പിന്നെ മെറ്റൽ ക്വാളിറ്റി അത്ര പോരാ. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ SS-ൻ്റെ വ്യക്തമായി മീഷോയിൽ ചില ഐറ്റങ്ങൾ പറയത്തില്ല എന്ത് മെറ്റലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇത് ബെൻഡ് ചെയ്ത് പോകും. ഇത് വലിയ കട്ടിയൊന്നുമില്ല, ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ബെൻഡായി പോകുന്നുണ്ട്. അപ്പോൾ ഇത് തറയെ ചെറുതായിട്ട് വീണുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയ ബെൻഡിങ് ഒക്കെ വന്നുകൊണ്ട് അതിനകത്ത് ഫിറ്റാകത്ത്. പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്. അത് ബെൻഡ് ചെയ്ത് അങ്ങ് വെച്ച് കൊടുത്താൽ മതി, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ ലൂസായിട്ട് കറങ്ങുകയാണ്. അത് ചിലപ്പോൾ പാത്രം വീഴാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നമുക്ക് ഉപയോഗിക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാത്രം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഗ്യാപ്പ് കണ്ടോ? ഈ തീ കറക്റ്റ് മൊത്തം പാത്രത്തിൽ തന്നെ കൊള്ളും. എത്ര ഹൈ ഫ്ലെയിമിലിട്ടാലും അതിൻ്റെ അകത്ത് തന്നെ തീ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉപയോഗം. അപ്പം ഞാനിപ്പോൾ തീ കത്തിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. തീ എങ്ങനെയാണ് ഇതിൻ്റെ നിൽക്കുന്നത്. ആദ്യമേ നമുക്ക് ഫുൾ ഫ്ലെയിമാണ്. പാത്രത്തിന് വെളിയിൽ തീ പോകുന്നില്ല. പക്ഷെ പാത്രം ഇതായിട്ട് നല്ല ഗ്രിപ്പിലിരിപ്പുണ്ട് കേട്ടോ. ഇതും ഇതായിട്ട് നല്ല ഗ്രിപ്പാണ്. പക്ഷെ അടിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് എടുക്കപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. അല്ലാത്ത പാത്രം അനങ്ങത്തില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയാണെന്നുണ്ട്, പക്ഷെ കറങ്ങും പാത്രം. ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് ഒരു വിഷയമാണ്. അതിനവിടെ നമ്മൾ എന്തെങ്കിലും വെക്കേണ്ടി വരും. അപ്പോൾ പാത്രം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. വീഡിയോ വളരെ ചുരുക്കത്തിൽ ചെയ്തിരിക്കുകയാണ്. അത്രയ്ക്ക് ബലമുള്ള ഐറ്റമൊന്നുമല്ല. വളരെ ഇതൊക്കെ ഇതിൻ്റെ ബെൻഡിങ് ചെയ്ത് പോവുകയാണ്. വലിയ ബലമൊന്നുമില്ല. അപ്പോൾ സാധനം കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഇത് ഡിസൈനൊക്കെ ഓക്കെയാണ്. ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലത് വേണം. കുറച്ചുകൂടെ അല്ല, നല്ല രീതിയിൽ ക്വാളിറ്റി വേണം. കാരണം നമ്മൾ വെയിറ്റ് എടുക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇത് നല്ല ക്വാളിറ്റി വേണം. ഇത് SS-ൻ്റെ തന്നെ ആയിരിക്കും നല്ലത്.
പക്ഷേ ഇത് ഇരുമ്പിൽ ചെയ്തതാണ്. അപ്പോൾ SS-ന് കിട്ടുകയാണെങ്കിൽ ഈ ഡിസൈൻ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോളുക. അതിന് ഞാൻ ഗ്യാരണ്ടി, ഡിസൈനും ഇതിനും. പക്ഷേ ഈ ക്വാളിറ്റി കൊള്ളത്തില്ല, അത് വേറെ ഒരു വിഷയം. ഓക്കെ, താങ്ക് യു.